ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC വിൻസോൺ. വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മാർച്ച് 1 മുതൽ മാർച്ച് 8 വരെയുള്ള കറണ്ട് അഫയേഴ്സ് നമുക്ക് നോക്കാം. സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ അതായത് സെബിയുടെ പുതിയ ചെയർമാൻ തുഹിൻ കാന്ത പാണ്ഡെ. സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാനായി നിയമിതനായത് തുഹിൻ കാന്ത പാണ്ഡെ. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരായ സ്ത്രീകൾ ചേർന്ന് ആരംഭിച്ച പേപ്പർ ബാഗ് നിർമ്മാണ സംരംഭം ബെയ്ലി. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരായ സ്ത്രീകൾ ചേർന്ന് ആരംഭിച്ച പേപ്പർ ബാഗ് നിർമ്മാണ സംരംഭത്തിന്റെ പേരാണ് ബെയ്ലി. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയം INS ഗുൽദാർ. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയമാണ് INS ഗുൽദാർ. 2025 ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ പ്രമേയം എംപവേർഡിംഗ് ഇന്ത്യൻ യൂത്ത് ഫോർ ഗ്ലോബൽ ലീഡർഷിപ്പ് ഇൻ സയൻസ് ആൻഡ് ഇന്നോവേഷൻ ഫോർ വികസിത് ഭാരത്. 2025 ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ പ്രമേയമാണ് എംപവേർഡിംഗ് ഇന്ത്യൻ യൂത്ത് ഫോർ ഗ്ലോബൽ ലീഡർഷിപ്പ് ഇൻ സയൻസ് ആൻഡ് ഇന്നോവേഷൻ ഫോർ വികസിത് ഭാരത്. 2025 ഇന്ത്യ സന്ദർശിച്ച യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടർ ലൈൻ. 2025 ഇന്ത്യ സന്ദർശിച്ച യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റാണ് ഉർസുല വോണ്ടർ ലൈൻ. 6ാമത് ധർമ്മ ഗാർഡിയൻ സൈനികാഭ്യാസത്തിന്റെ വേദി ജപ്പാൻ. 6ാമത് ധർമ്മ ഗാർഡിയൻ സൈനികാഭ്യാസത്തിന്റെ വേദിയാണ് ജപ്പാൻ. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച ഗുജറാത്തി സാഹിത്യകാരൻ അനിൽ രാമനാഥ് ജോഷി. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച ഗുജറാത്തി സാഹിത്യകാരനാണ് അനിൽ രാമനാഥ് ജോഷി. 2025 മരണപ്പെട്ട ഹോളിവുഡ് നടൻ ജീൻ ഹാക്മാൻ. 2025 മരണപ്പെട്ട ഹോളിവുഡ് നടനാണ് ജീൻ ഹാക്മാൻ. പ്രകൃതി 2025 വേദി ന്യൂഡൽഹി. ഈ പ്രകൃതി എന്ന് പറയുന്നത് കാർബൺ വിപണിയെക്കുറിച്ചുള്ള ഒരു അന്താരാഷ്ട്ര സമ്മേളനമാണ്. അതിന്റെ 2025 വേദി ന്യൂഡൽഹിയാണ്. 2025 കോർപ്പറേറ്റ് വിഭാഗത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രാണിമിത്ര പുരസ്കാരം ലഭിച്ചത് രാധേകൃഷ്ണ ടെമ്പിൾ എലിഫന്റ് വെൽഫെയർ ട്രസ്റ്റ്. 2025 കോർപ്പറേറ്റ് വിഭാഗത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രാണിമിത്ര പുരസ്കാരം ലഭിച്ചത് രാധേകൃഷ്ണ ടെമ്പിൾ എലിഫന്റ് വെൽഫെയർ ട്രസ്റ്റ്. നാഷണൽ സേഫ്റ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ 2024 സേഫ്റ്റി അവാർഡ്സിൽ സർവശ്രേഷ്ഠ സുരക്ഷാ പുരസ്കാർ സർവീസ് കാറ്റഗറിയിൽ നേടിയത് മനോഹർ ഇന്റർനാഷണൽ എയർപോർട്ട്. നാഷണൽ സേഫ്റ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ 2024 സേഫ്റ്റി അവാർഡ്സിൽ സർവശ്രേഷ്ഠ സുരക്ഷാ പുരസ്കാർ നേടിയത് മനോഹർ ഇന്റർനാഷണൽ എയർപോർട്ട്. ഇത് ഗോവയിലുള്ള ഒരു എയർപോർട്ടാണ്. സംസ്ഥാനത്തെ ആദ്യ വി പാർക്ക് നിലവിൽ വരുന്നത് കൊല്ലം. സംസ്ഥാനത്തെ ആദ്യ വി പാർക്ക് നിലവിൽ വരുന്നത് കൊല്ലത്താണ്. വി പാർക്ക് എന്ന് പറയുന്നത് റെയിൽവേ മേൽപ്പാലങ്ങൾക്കടിയിലുള്ള ഉപയോഗശൂന്യമായ സ്ഥലങ്ങൾ ജനസൗഹാർദ്ദമായിട്ടുള്ള പൊതു ഇടങ്ങളായി മാറ്റുന്ന ഒരു പദ്ധതിയാണ്. അടുത്തിടെ പുണ്യം പൂങ്കാവനം പദ്ധതി നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട ഹൈക്കോടതി കേരള ഹൈക്കോടതി. അടുത്തിടെ പുണ്യം പൂങ്കാവനം പദ്ധതി നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട ഹൈക്കോടതി കേരള ഹൈക്കോടതി. ഈ പുണ്യം പൂങ്കാവനം എന്ന് പറയുന്നത് 2011 ആരംഭിച്ചൊരു പദ്ധതിയാണ്. ശബരിമലയിൽ പരിസര ശുചീകരണ ബോധം വളർത്തുന്നതിനായി പോലീസിന്റെ കീഴിൽ ആരംഭിച്ച ഒരു പദ്ധതിയാണ്. അടുത്തിടെ ആമസോൺ പുറത്തിറക്കിയ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പ് ഓസ്ലോട്ട്. അടുത്തിടെ ആമസോൺ പുറത്തിറക്കിയ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പാണ് ഓസ്ലോട്ട്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പ്ലാനിംഗ് ആൻഡ് ബിസിനസ് ഡെവലപ്മെന്റ് ഡയറക്ടറായി ചുമതലയേറ്റത് സുമൻ കുമാർ. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പ്ലാനിംഗ് ആൻഡ് ബിസിനസ് ഡെവലപ്മെന്റ് ഡയറക്ടറായി ചുമതലയേറ്റത് സുമൻ കുമാർ. 2025 ഫെബ്രുവരിയിൽ UK-യുടെ ദ മോസ്റ്റ് എക്സലന്റ് ഓർഡർ ഓഫ് ദ ബ്രിട്ടീഷ് എംപയർ നേടിയത് N ചന്ദ്രശേഖരൻ. 2025 ഫെബ്രുവരിയിൽ UK-യുടെ ദ മോസ്റ്റ് എക്സലന്റ് ഓർഡർ ഓഫ് ദ ബ്രിട്ടീഷ് എംപയർ നേടിയത് N ചന്ദ്രശേഖരൻ. ഹിമാനികളുടെ സംരക്ഷണം ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിക്ക് അടുത്തിടെ കത്തയച്ചത് സോനം വാങ്ചുക്. ഹിമാനികളുടെ സംരക്ഷണം ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിക്ക് അടുത്തിടെ കത്തയച്ചത് സോനം വാങ്ചുക്. മൊറാൻഡ് ഗഞ്ചിൽ ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. മൊറാൻഡ് ഗഞ്ചിൽ ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച റഷ്യൻ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ബോറിസ് സ്പാസ്കി. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച റഷ്യൻ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ബോറിസ് സ്പാസ്കി. ഇന്ത്യയിലെ ആദ്യ റോഡ് ട്രെയിൻ അവതരിപ്പിച്ചത് വോൾവോ ട്രക്സ്. ഇന്ത്യയിലെ ആദ്യ റോഡ് ട്രെയിൻ അവതരിപ്പിച്ചത് വോൾവോ ട്രക്സ്. ആത്മഹത്യാ നിരക്ക് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ കൊല്ലം ജില്ലാ ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതി
മനസ്സോടെ കൊല്ലം. ആത്മഹത്യാ നിരക്ക് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ കൊല്ലം ജില്ലാ ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് മനസ്സോടെ കൊല്ലം. 2025 തുഞ്ചൻ ഉത്സവം ഉദ്ഘാടനം ചെയ്തത് ശിവശങ്കരി. ശിവശങ്കരി എന്ന് പറയുന്നത് 2022 സരസ്വതി സമ്മാൻ നേടിയ സാഹിത്യകാരിയാണ്. സൂര്യവംശം എന്നുള്ള കൃതിക്കാണ് സരസ്വതി സമ്മാൻ ലഭിച്ചത്. 2025 തുഞ്ചൻ ഉത്സവം ഉദ്ഘാടനം ചെയ്തത് ശിവശങ്കരി. ആദിവാസി കുട്ടികളെ അവരുടെ ഭാഷയിൽ തന്നെ പഠിപ്പിച്ച് പൊതുധാരയിലെത്തിക്കാൻ സമഗ്ര ശിക്ഷ കേരളം മുൻകൈയെടുത്ത് നടത്തുന്ന സംരംഭം പഠിപ്പുരസി. ആദിവാസി കുട്ടികളെ അവരുടെ ഭാഷയിൽ തന്നെ പഠിപ്പിച്ച് പൊതുധാരയിലെത്തിക്കാൻ സമഗ്ര ശിക്ഷ കേരളം മുൻകൈയെടുത്ത് നടത്തുന്ന സംരംഭമാണ് പഠിപ്പുരസി. 9ാമത് കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് 2025 അർഹയായത് ഡോക്ടർ എം ലീലാവതി. 9ാമത് കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് 2025 അർഹയായത് ഡോക്ടർ എം ലീലാവതി. അടുത്തിടെ ഹിമപാതം മൂലം കുറച്ചുപേർ മരണപ്പെടുകയും കുറച്ചുപേർ കുടുങ്ങിക്കിടക്കുകയും ചെയ്ത ചമോലി സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡ്. അടുത്തിടെ ഹിമപാതം മൂലം കുറച്ചുപേർ മരണപ്പെടുകയും കുറച്ചുപേർ കുടുങ്ങിക്കിടക്കുകയും ചെയ്ത ചമോലി സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. 2025 ജഹാൻ ഇ ഖുസ്രുവിന്റെ വേദി ന്യൂഡൽഹി. 2025 ജഹാൻ ഇ ഖുസ്രുവിന്റെ വേദി ന്യൂഡൽഹി. ഈ ജഹാൻ ഇ ഖുസ്രു എന്ന് പറയുന്നത് സൂഫി സാഹിത്യകാരനായ അമീർ ഖുസ്രുവിന്റെ സ്മരണാർത്ഥം നടത്തുന്ന ഒരു പരിപാടിയാണ്. ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളിലുടനീളമുള്ള പ്രവർത്തനങ്ങൾ ഏകീകരിക്കുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനുമായി ആരംഭിച്ച സംരംഭം വൺ നേഷൻ വൺ പോർട്ട്. ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളിലുടനീളമുള്ള പ്രവർത്തനങ്ങൾ ഏകീകരിക്കുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനുമായി ആരംഭിച്ച സംരംഭം വൺ നേഷൻ വൺ പോർട്ട്. യുഎസിന്റെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷ്. യുഎസിന്റെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷ്. 2024-25 വർഷത്തെ രഞ്ജി ട്രോഫി ജേതാക്കൾ വിദർഭ. 2024-25 വർഷത്തെ രഞ്ജി ട്രോഫി ജേതാക്കളാണ് വിദർഭ. 2025 മാർച്ചിൽ പുറത്തുവിട്ട ഫിഡെ ചെസ് റാങ്കിംഗ് പ്രകാരം ഒന്നാമതുള്ളത് മാഗ്നസ് കാൾസൺ. 2025 മാർച്ചിൽ പുറത്തുവിട്ട ഫിഡെ ചെസ് റാങ്കിംഗ് പ്രകാരം ഒന്നാമതുള്ളത് മാഗ്നസ് കാൾസൺ. ബ്ലൂ ഗോസ്റ്റ് പേടകം. ഇത് യുഎസിലെ ഫയർഫ്ലൈ എയ്റോസ്പേസിന്റെ പേടകമാണ്. ഇത് വിക്ഷേപിച്ചത് 2025 ജനുവരി 15-നാണ്. 2025 മാർച്ച് 2-ന് ഇത് ചന്ദ്രനിൽ ലാൻഡ് ചെയ്തു. വിക്ഷേപണ വാഹനത്തിന്റെ പേര് ഫാൽക്കൺ 9. ബ്ലൂ ഗോസ്റ്റ് പേടകം എന്നത് യുഎസിലെ ഫയർഫ്ലൈ എയ്റോസ്പേസിന്റെ പേടകമാണ്. വിക്ഷേപിക്കുന്നത് 2025 ജനുവരി 15-ന്. 2025 മാർച്ച് 2-ന് ചന്ദ്രനിൽ ലാൻഡ് ചെയ്തു. വിക്ഷേപണ വാഹനത്തിന്റെ പേര് ഫാൽക്കൺ 9. സ്കൂൾ കുട്ടികൾക്കായുള്ള സംസ്ഥാനത്തെ ആദ്യ AI ലേണിംഗ് പ്ലാറ്റ്ഫോം സുബലേൺ. സ്കൂൾ കുട്ടികൾക്കായുള്ള സംസ്ഥാനത്തെ ആദ്യ AI ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് സുബലേൺ. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യ താലൂക്ക് ഓഫീസ് ഏറനാട്. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യ താലൂക്ക് ഓഫീസാണ് ഏറനാട്. ഇന്ത്യയിലെ ആദ്യ നദീ ഡോൾഫിൻ സർവേ പ്രകാരം ഏറ്റവും കൂടുതൽ നദീ ഡോൾഫിനുകളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ആദ്യ നദീ ഡോൾഫിൻ സർവേ പ്രകാരം ഏറ്റവും കൂടുതൽ നദീ ഡോൾഫിനുകളുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ദേശീയ വന്യജീവി ബോർഡിന്റെ 7ാമത് മീറ്റിംഗ് വേദി ഗിർ ദേശീയോദ്യാനം. ദേശീയ വന്യജീവി ബോർഡിന്റെ 7ാമത് മീറ്റിംഗ് വേദി ഗിർ ദേശീയോദ്യാനം. 2025 മാർച്ചിൽ നവരത്ന പദവി ലഭിച്ച ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾ IRCTC, IRFC. 2025 മാർച്ചിൽ നവരത്ന പദവി ലഭിച്ച ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് IRCTC, IRFC. IRCTC എന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേ കേറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ. IRFC ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ. ആശാ വർക്കർമാർക്ക് ഗ്രാറ്റുവിറ്റി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ആശാ വർക്കർമാർക്ക് ഗ്രാറ്റുവിറ്റി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. അടുത്തിടെ സിംഗപ്പൂരിലേക്ക് ആന്തൂറിയം കയറ്റുമതി ചെയ്ത സംസ്ഥാനം മിസോറാം. അടുത്തിടെ സിംഗപ്പൂരിലേക്ക് ആന്തൂറിയം കയറ്റുമതി ചെയ്ത സംസ്ഥാനമാണ് മിസോറാം. 2025 മെയ് മാസത്തോടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന വീഡിയോ കോളിംഗ് പ്ലാറ്റ്ഫോം സ്കൈപ്പ്.
2025 മെയ് മാസത്തോടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന വീഡിയോ കോളിംഗ് പ്ലാറ്റ്ഫോമാണ് സ്കൈപ്പ്. ടിയാൻഗോങ്ങിലേക്ക് യാത്രികനെ അയക്കുന്ന ആദ്യ വിദേശ രാജ്യം പാകിസ്ഥാൻ. ടിയാൻഗോങ്ങിലേക്ക് യാത്രികനെ അയക്കുന്ന ആദ്യ വിദേശ രാജ്യമാണ് പാകിസ്ഥാൻ. ഈ ടിയാൻഗോങ് എന്ന് പറയുന്നത് ചൈനയുടെ ബഹിരാകാശ നിലയമാണ്. 2025 ലോറസ് സ്പോർട്സ് അവാർഡിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഋഷഭ് പന്ത്. 2025 ലോറസ് സ്പോർട്സ് അവാർഡിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് ഋഷഭ് പന്ത്. ലെവിയുടെ ആഗോള അംബാസിഡറായി നിയമിതനായത് ദിൽജിത്ത് ദോസഞ്ച്. ലെവിയുടെ ആഗോള അംബാസിഡറായി നിയമിതനായത് ദിൽജിത്ത് ദോസഞ്ച്. 2025 മാർച്ചിൽ MRFന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് ശുഭ്മാൻ ഗിൽ. 2025 മാർച്ചിൽ MRFന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് ശുഭ്മാൻ ഗിൽ. 2025 മാർച്ചിൽ BCIയുടെ ചെയർമാനായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് മനൻ കുമാർ മിശ്ര. 2025 മാർച്ചിൽ BCIയുടെ ചെയർമാനായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് മനൻ കുമാർ മിശ്ര. 2025 മാർച്ചിൽ ഡിഫൻസ് അക്കൌണ്ട്സ് കൺട്രോളർ ജനറലായി ചുമതലയേറ്റത് മായങ്ക് ശർമ്മ. 2025 മാർച്ചിൽ ഡിഫൻസ് അക്കൌണ്ട്സ് കൺട്രോളർ ജനറലായി ചുമതലയേറ്റത് മായങ്ക് ശർമ്മ. ഫില 2025 ഐക്കൺ ഓഫ് എക്സലൻസ് അവാർഡ് ലഭിച്ചത് ജയ് ഷാ. ഫില 2025 ഐക്കൺ ഓഫ് എക്സലൻസ് അവാർഡ് ലഭിച്ചത് ജയ് ഷാ. അടുത്തിടെ മൈക്രോസോഫ്റ്റ് അവതരിപ്പിച്ച ഹെൽത്ത് കെയർ AI ടൂൾ ഡ്രാഗൺ കോ പൈലറ്റ്. അടുത്തിടെ മൈക്രോസോഫ്റ്റ് അവതരിപ്പിച്ച ഹെൽത്ത് കെയർ AI ടൂളാണ് ഡ്രാഗൺ കോ പൈലറ്റ്. 2025 മാർച്ചിൽ ഇന്ത്യ സന്ദർശിച്ച ബെൽജിയം രാജകുമാരി പ്രിൻസസ് ആസ്ട്രിഡ്. 2025 മാർച്ചിൽ ഇന്ത്യ സന്ദർശിച്ച ബെൽജിയം രാജകുമാരി പ്രിൻസസ് ആസ്ട്രിഡ്. ടെസ്ലയുടെ ഇന്ത്യയിലെ ആദ്യ ഷോറൂം നിലവിൽ വരുന്നത് മുംബൈ. ടെസ്ലയുടെ ഇന്ത്യയിലെ ആദ്യ ഷോറൂം നിലവിൽ വരുന്നത് മുംബൈയിലാണ്. 2025 ലോക വന്യജീവി ദിനത്തിന്റെ പ്രമേയം വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ് ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്. അടുത്തിടെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച മിസൈൽ ഗാണ്ടീവ. അടുത്തിടെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച മിസൈലാണ് ഗാണ്ടീവ. അടുത്തിടെ ചന്ദ്രനിലിറങ്ങിയ ശേഷമുള്ള ആദ്യ സൂര്യോദയം പകർത്തിയ പേടകം ബ്ലൂ ഗോസ്റ്റ്. അടുത്തിടെ ചന്ദ്രനിലിറങ്ങിയ ശേഷമുള്ള ആദ്യ സൂര്യോദയം പകർത്തിയ പേടകം ബ്ലൂ ഗോസ്റ്റ്. ബ്ലൂ ഗോസ്റ്റിന്റെ ഡീറ്റെയിൽസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അധീന IM-2 ദൗത്യം വിക്ഷേപിച്ചത് 2025 ഫെബ്രുവരി 26. അധീന IM-2 ദൗത്യം വിക്ഷേപിച്ചത് 2025 ഫെബ്രുവരി 26. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരം വിരാട് കോഹ്ലി. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരമാണ് വിരാട് കോഹ്ലി. ICCയുടെ എല്ലാ ടൂർണമെന്റിലും ടീമിനെ ഫൈനലിലെത്തിച്ച ആദ്യ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ. ICCയുടെ എല്ലാ ടൂർണമെന്റിലും ടീമിനെ ഫൈനലിലെത്തിച്ച ആദ്യ ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ. 2024-25 രഞ്ജി ട്രോഫിയിൽ റണ്ണറപ്പായ കേരള ടീമിന് KCA പ്രഖ്യാപിച്ച സമ്മാനത്തുക 1.5 കോടി രൂപ. 2024-25 രഞ്ജി ട്രോഫിയിൽ റണ്ണറപ്പായ കേരള ടീമിന് KCA പ്രഖ്യാപിച്ച സമ്മാനത്തുകയാണ് 1.5 കോടി രൂപ. 2025 മാർച്ചിൽ അന്തരിച്ച പ്രമുഖ വൃക്ക ശസ്ത്രക്രിയാ വിദഗ്ധൻ ജോർജ് P. എബ്രഹാം. 2025 മാർച്ചിൽ അന്തരിച്ച പ്രമുഖ വൃക്ക ശസ്ത്രക്രിയാ വിദഗ്ധനാണ് ജോർജ് P. എബ്രഹാം. 2025 മാർച്ചിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം പത്മകർ ശിവൽക്കർ. 2025 മാർച്ചിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് പത്മകർ ശിവൽക്കർ. 2025 മാർച്ചിൽ കേന്ദ്ര നിയമ സെക്രട്ടറിയായി നിയമിതയായത് അഞ്ജു രതി റാണ. 2025 മാർച്ചിൽ കേന്ദ്ര നിയമ സെക്രട്ടറിയായി നിയമിതയായത് അഞ്ജു രതി റാണ. 2025 ഫെഡറൽ ബാങ്കിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായത് വിദ്യാ ബാലൻ. 2025 ഫെഡറൽ ബാങ്കിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായത് വിദ്യാ ബാലൻ. 2025 മാർച്ചിൽ RBIയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് അജിത് രത്നാകർ ജോഷി. 2025 മാർച്ചിൽ RBIയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് അജിത് രത്നാകർ ജോഷി. വൻതാര മൃഗസംരക്ഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദി. വൻതാര മൃഗസംരക്ഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദി. 2025 മാർച്ചിൽ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയ റോപ്പ് വേകൾ കേദർനാഥ് റോപ്പ് വേ, ഹേമകുണ്ട് സാഹിബ് റോപ്പ് വേ. 2025 മാർച്ചിൽ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയ റോപ്പ് വേകളാണ് കേദർനാഥ് റോപ്പ് വേ,
ഹേമകുണ്ട് സാഹിബ് റോപ്പ് വേ. 2025 മാർച്ചിൽ വിക്ഷേപിക്കുന്ന നാസയുടെ സൗരദൗത്യം പഞ്ച്. 2025 മാർച്ചിൽ വിക്ഷേപിക്കുന്ന നാസയുടെ സൗരദൗത്യമാണ് പഞ്ച്. 2025 നൈറ്റ് ഫ്രാങ്ക് പുറത്തുവിട്ട ഗ്ലോബൽ വെൽത്ത് റിപ്പോർട്ട് പ്രകാരം ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ അതിസമ്പന്നരുള്ള രാജ്യം അമേരിക്ക. 2025 നൈറ്റ് ഫ്രാങ്ക് പുറത്തുവിട്ട ഗ്ലോബൽ വെൽത്ത് റിപ്പോർട്ട് പ്രകാരം ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ അതിസമ്പന്നരുള്ള രാജ്യം അമേരിക്ക. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് ഇന്ത്യ വേഴ്സസ് ന്യൂസിലാൻഡ്. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് ഇന്ത്യ വേഴ്സസ് ന്യൂസിലാൻഡ്. 2025 അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഓസ്ട്രേലിയൻ താരം സ്റ്റീവ് സ്മിത്ത്. 2025 അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഓസ്ട്രേലിയൻ താരം സ്റ്റീവ് സ്മിത്ത്. 2025 വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ടേബിൾ ടെന്നീസ് താരം അജാന്ത ശരത് കമൽ. 2025 വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ടേബിൾ ടെന്നീസ് താരമാണ് അജാന്ത ശരത് കമൽ. 2025 മാർച്ചിൽ അന്തരിച്ച ഓസ്ട്രേലിയൻ രക്തദാതാവ് ജെയിംസ് ഹാരിസൺ. 2025 മാർച്ചിൽ അന്തരിച്ച ഓസ്ട്രേലിയൻ രക്തദാതാവാണ് ജെയിംസ് ഹാരിസൺ. പത്മശ്രീ ലഭിച്ച ഏക തെയ്യക്കോലധാരി EP നാരായണൻ. പത്മശ്രീ ലഭിച്ച ഏക തെയ്യക്കോലധാരി EP നാരായണൻ. നിർനിമേഷമായി നിൽക്ക എന്ന നോവലിന്റെ രചയിതാവ് അനിൽ വള്ളത്തോൾ. നിർനിമേഷമായി നിൽക്ക എന്ന നോവലിന്റെ രചയിതാവ് അനിൽ വള്ളത്തോൾ. ലോക സുസ്ഥിര വികസന ഉച്ചകോടി 2025 വേദി ന്യൂഡൽഹി. ലോക സുസ്ഥിര വികസന ഉച്ചകോടി 2025 വേദി ന്യൂഡൽഹി. 2025 പുതൂർ പുരസ്കാരത്തിന് അർഹനായത് UK കുമാരൻ. 2025 പുതൂർ പുരസ്കാരത്തിന് അർഹനായത് UK കുമാരൻ. 2025 മാർച്ചിൽ ഓണററി ഓർഡർ ഓഫ് ഫ്രീഡം ഓഫ് ബാർബഡോസ് ലഭിച്ചത് നരേന്ദ്രമോദി. 2025 മാർച്ചിൽ ഓണററി ഓർഡർ ഓഫ് ഫ്രീഡം ഓഫ് ബാർബഡോസ് ലഭിച്ചത് നരേന്ദ്രമോദി. ഇടുക്കിയിലെ ഉറുമ്പിക്കര മലകളിൽ നിന്ന് അടുത്തിടെ കണ്ടെത്തിയ പുതിയ സസ്യം ഇക്സോറ ഗാഡ്ഗിലിയാന. ഇടുക്കിയിലെ ഉറുമ്പിക്കര മലകളിൽ നിന്ന് അടുത്തിടെ കണ്ടെത്തിയ പുതിയ സസ്യത്തിന്റെ പേരാണ് ഇക്സോറ ഗാഡ്ഗിലിയാന. അടുത്തിടെ വിരമിക്കൽ തീരുമാനം പിൻവലിച്ച ഇന്ത്യൻ ഫുട്ബോൾ താരം സുനിൽ ഛേത്രി. അടുത്തിടെ വിരമിക്കൽ തീരുമാനം പിൻവലിച്ച ഇന്ത്യൻ ഫുട്ബോൾ താരമാണ് സുനിൽ ഛേത്രി. അടുത്തിടെ ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ബംഗ്ലാദേശ് ക്രിക്കറ്റ് താരം മുഷ്ഫിഖുർ റഹീം. അടുത്തിടെ ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ബംഗ്ലാദേശ് ക്രിക്കറ്റ് താരമാണ് മുഷ്ഫിഖുർ റഹീം. അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച ജാപ്പനീസ് ഫുട്ബോൾ താരം യുകി നാഗസെറ്റോ. അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച ജാപ്പനീസ് ഫുട്ബോൾ താരമാണ് യുകി നാഗസെറ്റോ. 2025 മാർച്ചിൽ അന്തരിച്ച മുൻ ഓസ്ട്രേലിയൻ ടെന്നീസ് താരം ഫ്രെഡ് സ്റ്റോൾ. 2025 മാർച്ചിൽ അന്തരിച്ച മുൻ ഓസ്ട്രേലിയൻ ടെന്നീസ് താരമാണ് ഫ്രെഡ് സ്റ്റോൾ. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ PSC വിൻസോൺ. താങ്ക് യു.